പൊരുതി ജയിക്കാനുള്ള ശക്തി അവർക്കില്ല. പാകിസ്ഥാൻ മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നമ്മുടെ കരസേനാ മേധാവിയായിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദിയാണ്. ന്യൂഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോൺവക്കേഷൻ ചടങ്ങിൽ ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പാകിസ്ഥാനെ പരിഹസിച്ചു. നേരിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞുവെന്നും അതിനാൽ പ്രോക്സി വാർ വഴി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ അടുത്തിടെ നടന്ന സ്ഫോടനവും ഇതേ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. നേരിട്ടുള്ള യുദ്ധത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് പാകിസ്ഥാൻ എപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനാൽ നിഴൽ യുദ്ധങ്ങളിലൂടെയും വ്യാജ യുദ്ധങ്ങളിലൂടെയും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഡൽഹിയിലെ സ്ഫോടനവും തങ്ങളുടെ സാന്നിധ്യം കാണിക്കാനുള്ള ഈ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഇന്ത്യ മാറിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇന്ത്യ ഇതിനകം തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം കണ്ടെത്തുകയും കൃത്യസമയത്ത് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ഇന്ത്യയുടെ എല്ലാ കോണുകളിലും ബോംബ് വയ്ക്കുക എന്നതായിരുന്നു അവരുടെ വിധി. മുംബൈ ഉൾപ്പെടെയുള്ള നമ്മുടെ പല നഗരങ്ങളിലും അവർ ലക്ഷ്യത്തോട് അടുക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ പരാമർശിച്ചുകൊണ്ട് ജനറൽ ദ്വിവേദി പറഞ്ഞത് അതൊരു വിശ്വസനീയമായിട്ടുള്ള ഓർക്കസ്ട്ര പോലെയാണെന്നും അതിൽ ഓരോ അംശവും അല്ലെങ്കിൽ ഓരോ അംഗവും ഒരേ സമയം തികഞ്ഞ ഐക്യത്തോടെ തന്റെ പങ്ക് നിർവഹിച്ചിരുന്നുവെന്നുമാണ്. ഈ ഐക്യം കാരണം ഇന്ത്യൻ സായുധ സേനയ്ക്ക് വെറും 22 മിനിറ്റിനുള്ളിൽ 9 ഭീകര ഒളിത്താവളങ്ങൾ നശിപ്പിക്കാൻ കഴിഞ്ഞു. ഇത് തിടുക്കത്തിലുള്ള ഒരു തീരുമാനമല്ലെന്നും ബുദ്ധിശക്തി, കൃത്യത, സാങ്കേതികവിദ്യ എന്നിവ ഒരുമിച്ച് പ്രാവർത്തികമാക്കി മാറ്റാൻ കഴിയുന്നതിനെക്കുറിച്ചുള്ള നിരവധി വർഷത്തെ ഭാവനയുടെ ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് 7 ആരംഭിച്ച ഈ സൈനിക നടപടി ഏകദേശം 88 മണിക്കൂർ നീണ്ടുനിന്നുവെന്നും മെയ് 10 വൈകുന്നേരം ഇരുപക്ഷവും തമ്മിൽ ഒരു കരാറിലെത്തിയ ശേഷമാണ് നിർത്തിവെച്ചതായും അദ്ദേഹം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.